Good morning students. Plus 2 സാമ്പത്തിക ശാസ്ത്ര ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. So we are discussing the third chapter of microeconomics, production and cost. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിലെ മൂന്നാമത്തെ അധ്യായമായ ഉൽപാദനവും ചെലവും എന്ന പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഘടകാനുപാതങ്ങളെക്കുറിച്ചാണ് നമ്മൾ വിശദീകരിച്ചത്. We discussed about factor proportions in the last class. ഇന്നത്തെ സെഷനിൽ നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ്, മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ്, ഈ മൂന്ന് ഉൽപ്പന്ന വക്രങ്ങളെക്കുറിച്ച്, ഉൽപ്പന്ന വക്രങ്ങളുടെ ഷേപ്പിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വി ആർ ഡിസ്കസിങ് ദ ഷേപ്സ് ഓഫ് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ്, മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് കർവ്. So first we are going to discuss the total product curve, the shape of the total product curve, TP curve. So look at this table. This table represents the amount of variable factor in the first column and the second column the total product. ഒന്നാമത്തെ കോളത്തിൽ വിഭേദക ഘടകത്തെക്കുറിച്ചും രണ്ടാമത്തെ കോളത്തിൽ മൊത്തം ഉൽപ്പന്നത്തെക്കുറിച്ചുമാണ് കാണിക്കുന്നത്. And you see, one factor is held constant. ഒരു ഘടകത്തെ നമ്മൾ അവിടെ ഫിക്സഡ് ആയിട്ട് നിലനിർത്തുകയാണ്. ദ ഫിക്സഡ് ഫാക്ടർ ഈസ് ക്യാപിറ്റൽ, ദാറ്റ് യു നോ, ആൻഡ് ദ അതർ ഫാക്ടർ ദാറ്റ് ഈസ് യുവർ ലേബർ. ലേബർ ഈസ് ചേഞ്ചിങ്. ലേബർ മാറിക്കൊണ്ടിരിക്കുകയാണ്, അധ്വാനം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു സ്ഥാപനത്തിൽ അധ്വാനം ഇൻക്രീസ് ചെയ്യുന്നു, പക്ഷേ മറ്റൊരു ഫാക്ടറായ ക്യാപിറ്റൽ കെ ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ കെ നമുക്ക് 4 യൂണിറ്റ്സ് ആണെന്ന് വിചാരിക്കുക. ദർ ഇസ് നോ ചേഞ്ച് ഇൻ കെ, ബട്ട് ലേബർ ഈസ് ചേഞ്ചിങ്. സി, ഇൻ ദ ഫസ്റ്റ് കോളം വെൻ 0 യൂണിറ്റ് ഓഫ് ലേബർ ആൻഡ് 4 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ, ദാറ്റ് യു നോ, 4 യൂണിറ്റ്സ് ഓഫ് ക്യാപിറ്റൽ ഈസ് യൂസ്ഡ്, ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് 0. കാരണം നിങ്ങൾക്കറിയാം, ഏതെങ്കിലും ഒരു ഘടകം 0 ആകുമ്പോൾ total productum 0 ആയിരിക്കും. Okay, then the labor is increased to 1 and capital, you know, it is 4 and the total product is increased to 10. When 2, the total product increased to 24. When the amount of labor used or the amount of variable factor used is 3, the total product increases to 40. So you can see, as we use more and more variable factor, here it is labor, the total product is increasing. So we can see a positive relationship between this amount of variable factor and the total product. Okay, നമ്മൾ ഈ ഒരു പട്ടിക ഗ്രാഫിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് കർവിൻ്റെ ഷേപ്പ് കിട്ടും. എങ്ങനെയായിരിക്കും ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ഉണ്ടാവുക നമുക്കൊന്ന് മനസ്സിലാക്കാം. സോ ഫസ്റ്റ് യു സി ദ two axis. This is horizontal axis or x axis. x അക്ഷമാണ് തിരശ്ചീന രേഖയിൽ കാണിക്കുന്നത്. വെർട്ടിക്കൽ കുത്തനെയുള്ള രേഖയിൽ കാണിക്കുന്നത് y axis ആണ്, that is vertical axis. In the horizontal axis, amount of labor is shown, and in the vertical axis the total output. നമുക്ക് ഈ ടേബിളിനെ ഗ്രാഫിലേക്ക് മാറ്റാം. So first, when 0 unit of labor is used, total product is 0. So this is the point, 0, 0. Okay. When labor is increased to 1, the total product is 10. So when labor is 1, total product is 10. This is the total product, 10, labor is 1. When labor increased to 2, the total product increased to 24. So when labor is 2, the total product increased to 24. So this is 25. So അതിന് തൊട്ട് താഴെ, so this is the 25 point. Then when labor increased to 3, the total product increased to 40. So 3
and here it is 40. Okay, when it is 4, total product increased to 50. Okay, when it is 5 and the amount of labor or the variable factor used is 5, the total product is 56. So this is 55 and this is 56. Okay, then when labor increased to 6, the amount of labor increased to 6, the total product is 57. So this is the point, 57, 56 and 57. അപ്പോൾ നമ്മൾ ഈ ബിന്ദുക്കൾ ഓരോന്നും ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് കിട്ടും. സി, so this is the total product curve. അപ്പോൾ നോക്കൂ, ഈ ടോട്ടൽ പ്രൊഡക്റ്റ് കർവിന് ഒരു പോസിറ്റീവ് സ്ലോപ്പാണുള്ളത്. അതായത് ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ഇടത്ത് നിന്ന് വലത്തോട്ട് ഉയർന്ന് പോകുകയാണ്. സോ വി ക്യാൻ സേ ദ ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് എ പോസിറ്റീവ് സ്ലോപ്ഡ് വൺ. അപ്പോൾ ഇങ്ങനെയായിരിക്കും ടോട്ടൽ പ്രൊഡക്റ്റ് കർവിൻ്റെ ഷേപ്പ് ഉണ്ടാവുക. ഓക്കെ, ദാറ്റ് മീൻസ് വെൻ amount of labor or the variable factor used is increasing, when the other factor is held constant, the total product also increases. So we will get a positive sloped curve. അതായിരിക്കും ടോട്ടൽ പ്രൊഡക്റ്റ് കർവിൻ്റെ ഷേപ്പ്. അപ്പം ഈ ഒരു പിക്ചർ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ഷേപ്സ് ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ്. മാർജിനൽ പ്രൊഡക്റ്റിൻ്റെയും ആവറേജ് പ്രൊഡക്റ്റിൻ്റെയും ഷേപ്പ് നമ്മൾ ഒരുമിച്ചാണ് ഈ ഗ്രാഫിൽ നമ്മൾ കാണിക്കുന്നത്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ഷേപ്പ് ഓഫ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് കർവ്, MP and AP curve. See this table. The third column shows marginal product and the fourth column average product. സീമാന്ത ഉൽപ്പന്നം, ശരാശരി ഉൽപ്പന്നം. അപ്പോൾ ആദ്യം നമുക്ക് പട്ടികയിൽ സീമാന്ത ഉൽപ്പന്നം ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പരിശോധിക്കാം. സി, according to the law of variable proportions that we have already studied, as the amount of the variable factor increases, the marginal product initially rises, and after a certain level of employment, the marginal product starts to fall. നമ്മൾ അപചയ സീമാന്ത ഉൽപ്പന്ന നിയമത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അപചയ സീമാന്ത ഉൽപ്പന്ന നിയമം പറയുന്നത് ആദ്യഘട്ടത്തിൽ വിഭേദക ഘടകത്തിൻ്റെ അളവ് നമ്മൾ കൂട്ടുമ്പോൾ, ഒരു സ്ഥാപനത്തിൽ വിഭേദക ഘടകങ്ങളുടെ അളവ് കൂട്ടുമ്പോൾ ആദ്യഘട്ടത്തിൽ സീമാന്ത ഉൽപ്പന്നം കൂടുകയും പിന്നീട് സീമാന്ത ഉൽപ്പന്നം കുറയുകയും ചെയ്യും. അതാണ് മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ടേബിൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവും. വെൻ ലേബർ ഈസ് 0, മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ഇൽ ഡിഫൈൻഡ്, ദാറ്റ് വി നോ. വെൻ ദ എമൗണ്ട് ഓഫ് ലേബർ ഓർ ദ വേരിയബിൾ ഫാക്ടർ ഇൻക്രീസ് ടു 1, ദ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് 10. വെൻ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ടു 2, ദ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് 40. And when it again increased to 3, marginal product is 60. So ആദ്യ ഘട്ടം, അതായത് 1, 2, 3, ഈ 3 വരെ ലേബർ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഘട്ടം, അതായത് മറ്റൊരു ഘട്ടത്തിലേക്ക് പോവുകയാണ്. എമൗണ്ട് ഓഫ് ലേബർ വീണ്ടും ഇൻക്രീസ് ചെയ്യുമ്പോൾ 4, 5, 6 വരുമ്പോൾ ശ്രദ്ധിക്കൂ, ദ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്? മാർജിനൽ പ്രൊഡക്റ്റ് ഫോൾ ചെയ്യാണ്. 3 നിന്ന് 4 വരുമ്പോൾ സമയത്ത് നിങ്ങൾക്കറിയാം 16 നിന്ന് അത് 10 മാർജിനൽ പ്രൊഡക്റ്റ്. അപ്പം പിന്നീട് മാർജിനൽ പ്രൊഡക്റ്റ് കുറയുകയാണ്. ഇവിടെ നമ്മൾ ആ നിയമം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന്. ഘടകാനുപാതങ്ങൾ എന്ന ഭാഗത്ത് ഫാക്ടർ പ്രപ്പോർഷൻസ് പറയുന്നത് ഈ വിഭേദക ഘടകങ്ങളുടെ ആധിക്യം മൂലമാണ് ഇത്തരത്തിൽ
മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യം കൂടുകയും പിന്നീട് കുറയുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഈ പട്ടികയിൽ നിന്ന് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ ഒരു കേവ് നമ്മൾ വരച്ചു നോക്കാം എങ്ങനെയായിരിക്കും ഉണ്ടാവുക എന്ന്. സി, so when labor is 0, marginal product is ill defined. When labor increase to 1, marginal product is 10. So when 1, it is 10. Marginal product 10. When it is 2, it is 14. 2, it is 14. That is here. When the amount of labor increase to 3, marginal product increase to 16. So 3, it is increased to 16. Okay, this is the point. When it is 4, the marginal product starts to fall. It falls to 10. When it is 4, marginal product falls to 10. And then when the amount of labor increases to 5, again the marginal product falls to 6. So when it is 5, it is 6. And when it is 6, the marginal product falls to 1. So when it is 6, marginal product is 1. So this is the point. നമ്മൾ ഈ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ പോയിൻറ്റ്സ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തു. നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം. സോ നിങ്ങൾക്ക് മാർജിനൽ പ്രൊഡക്റ്റ് കേവ് ഇങ്ങനെ ഒരു ഷേപ്പാണ് കിട്ടുക. ഈ ഷേപ്പിനെ നമ്മൾ പറയുന്നത് ഇൻവേർട്ടഡ് യു ഷേപ്പ് എന്നാണ്. സോ വി ക്യാൻ കോൾ inverted U shape. കീഴ്മേൽ യു ആകൃതി. ഓക്കെ, അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കർവിൻ്റെ ഷേപ്പ് ഈസ് ഇൻവേർട്ടഡ് യു. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കി ദ ഷേപ്പ് ഓഫ് ദ മാർജിനൽ പ്രൊഡക്റ്റ്. നമുക്ക് ഈ ഒരു ഗ്രാഫിൽ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് കർവിൻ്റെ ഷേപ്പും കൂടി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് ഷേപ്പിലേക്ക് പോകുന്ന മുമ്പേ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും ഈ ടേബിളിൽ ഒന്ന് നിങ്ങൾ താരതമ്യ പഠനം നടത്തി നോക്കൂ. ലെറ്റ് us കമ്പയർ ദിസ് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ്. അതിൻ്റെ തമ്മിലൊരു റിലേഷൻസ് ഒന്ന് വളരെ വ്യക്തമായിട്ട് ഈ ടേബിളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. സി, നിങ്ങളൊന്ന് നോക്കൂ ഈ ടേബിളിലേക്ക്. വെൻ മാർജിനൽ പ്രൊഡക്റ്റ് അറ്റ് ഫസ്റ്റ് റൈസസ്, അതായത് 10, 14, 16, മാർജിനൽ പ്രൊഡക്റ്റ് കൂടുമ്പോൾ marginal product is increasing 10, 14, 16. amount of labor 3 വരെ ഇൻക്രീസ് ചെയ്യുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുകയാണ്? കൂടുകയാണ്. 10, 14, 16. മാർജിനൽ പ്രൊഡക്റ്റ് കൂടുമ്പോൾ സി ആവറേജ് പ്രൊഡക്റ്റും വർദ്ധിക്കുകയാണ്. നോക്കൂ, 10, 12 and 13.3, 13.33. അപ്പം നമുക്ക് ഇതിന് ഇവരെ തമ്മിലൊരു ബന്ധം, ആദ്യഘട്ടത്തിൽ വിഭേദക ഘടകം കൂടുതലായി ഒരു സ്ഥാപനം ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കും? മാർജിനൽ പ്രൊഡക്റ്റ് കൂടുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് കൂടുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റും എന്ത് ചെയ്യുന്നു? ശരാശരി ഉൽപ്പന്നവും കൂടുന്നു. സീമാന്ത ഉൽപ്പന്നം കൂടുമ്പോൾ ശരാശരി ഉൽപ്പന്നവും കൂടുന്നു. അത് നമുക്ക് ഈ പട്ടികയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധിക്കേണ്ട കാര്യം, മാർജിനൽ പ്രൊഡക്റ്റാണ് ആവറേജ് പ്രൊഡക്റ്റിനെക്കാട്ടിലും കൂടുതൽ വേഗത്തിൽ വർദ്ധിക്കുന്നത്. നോക്കൂ, 10, 14 and 16. അപ്പോൾ എപ്പോഴും കൂടുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് കൂടുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റിനേക്കാളും കൂടുതലായിരിക്കും. നോക്കൂ, 10, 14. അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് 10, 12 ആവുന്നേ ഉള്ളൂ. സോ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ബിഗർ. ഓക്കെ, വലുത് മാർജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുമ്പോൾ. 14 to 16 ആണ് വർദ്ധിക്കുന്നത്. ശ്രദ്ധിക്കൂ, അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് 12 to 13.3. അപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ കൂടുമ്പോൾ വലിയത് ബിഗർ ഈസ് മാർജിനൽ പ്രൊഡക്റ്റ് ദാൻ ആവറേജ് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മാർജിനൽ പ്രൊഡക്റ്റ് കൂടുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റും എന്ത് ചെയ്യുന്നു? കൂടുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കും എപ്പോഴും വലുത്. Bigger is marginal product than average product when both are increasing. Okay. ഇനി മാർജിനൽ പ്രൊഡക്റ്റ് കുറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആവറേജ് പ്രൊഡക്റ്റിന് നോക്കൂ,
നാലാമത്തെ ലേബറിനെ എംപ്ലോയ് ചെയ്തപ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് ഫാൾസ് ടു 10, 60 നിന്ന് 10 ആയി കുറഞ്ഞു. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കൂ, ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. 13.33 നിന്ന് ആവറേജ് പ്രൊഡക്റ്റ് 12.5 ആയി. ആൻഡ് അഗെയിൻ വെൻ മാർജിനൽ പ്രൊഡക്റ്റ് ഫാൾസ് ടു 6, 5 ലേബറായിട്ട് ഉപയോഗിക്കുമ്പോൾ 10 നിന്ന് മാർജിനൽ പ്രൊഡക്റ്റ് 6 ആയിട്ട് കുറയുന്നു. സി, അപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. നോക്കൂ, 10, 6, 1, 12.5, 11.2, 9.5. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് കുറയാൻ തുടങ്ങിയപ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. When marginal product starts to fall, average product also starts to fall. അപ്പോൾ കുറയുമ്പോൾ ആരായിരിക്കും ഇവിടെ കൂടുതൽ? സി, കൂടുന്ന ഘട്ടത്തിൽ മാർജിനൽ പ്രൊഡക്റ്റ് ഈസ് ബിഗർ ദാൻ ആവറേജ് പ്രൊഡക്റ്റ്. ബട്ട് വെൻ മാർജിനൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ് ടു fall, AP ഈസ് ബിഗർ ദാൻ മാർജിനൽ പ്രൊഡക്റ്റ്. കുറയുമ്പോൾ എന്തായിരിക്കും? ആവറേജ് പ്രൊഡക്റ്റാണ് മാർജിനൽ പ്രൊഡക്റ്റിനേക്കാളും വലുത്. നോക്കൂ, 10, 12.5, 6, 11.2, 1, 9.5. അപ്പോൾ അതാണ് മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻസ്. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഈ പട്ടികയിൽ നിന്ന് മാർജിനൽ പ്രൊഡക്റ്റും ആവറേജ് പ്രൊഡക്റ്റും തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് മനസ്സിലാക്കാം. അതായത് മാർജിനൽ പ്രൊഡക്റ്റ് ആദ്യഘട്ടത്തിൽ കൂടുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റും കൂടുന്നു. പക്ഷേ കൂടുമ്പോൾ ഏറ്റവും വലുത് മാർജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കും. സി, ദെൻ വെൻ രണ്ടാമത്തെ ഘട്ടത്തിൽ വെൻ മാർജിനൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ട്സ് ടു fall, ആവറേജ് പ്രൊഡക്റ്റ് ആൾസോ സ്റ്റാർട്ട്സ് ടു fall. ബട്ട് വെൻ ബോത്ത് ആർ ഡിക്രീസിങ്, ഏതായിരിക്കും കൂടുതൽ? കുറയുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റ് ആയിരിക്കും കൂടുതൽ. ബിഗർ ഇസ് ആവറേജ് പ്രൊഡക്റ്റ്. So that is the relationship between marginal product and average product. ഈ ടേബിളിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കി. നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റിൻ്റെ കേവ് ഇവിടെ വരച്ചു. ഇറ്റ് ഈസ് ഇൻവേർട്ടഡ് യു ഷേപ്പ്. കീഴ്മേൽ യു ആകൃതിയായിരിക്കും മാർജിനൽ പ്രൊഡക്റ്റിന് ഉണ്ടാവുക. ഇനി ആവറേജ് പ്രൊഡക്റ്റിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, വെൻ 1 unit of labor is used, average product and marginal product is same. That is 10. When 1, it is 10. When 2, it is 12. Average product 2 ആവുന്ന സമയത്ത് ആവറേജ് പ്രൊഡക്റ്റ് ഈസ് 12. അതായത് മാർജിനൽ പ്രൊഡക്റ്റിനേക്കാളും താഴെയായിരിക്കും ഉണ്ടാവുക. ഇറ്റ് ഈസ് 10, ദറ്റ് ഈസ് 12. ഇറ്റ് ഈസ് 12. Then when it is 3, it is 13.33. 13.33 means ഇവിടെ വരും. Okay. Then when it is 4, it is 12.5. When it is 4, it is 12.5. So 10 ഇവിടെ വരും, 12.5. Okay. When it is 5, it is 11.2. 5, it is 11.2 ഇവിടെ വരും. Then it is 6, it is 9.5. So 10, 0, 5, 6, 9.5 ഇവിടെ വരും. അപ്പോൾ നമ്മൾ ഈ പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആവറേജ് പ്രൊഡക്റ്റ് കേവ് കിട്ടും. സോ ദിസ് വിൽ ബി ദ ആവറേജ് പ്രൊഡക്റ്റ്. അപ്പം ആവറേജ് പ്രൊഡക്റ്റ് കേവിൻ്റെ ഷേപ്പും ഈസ് ഇൻവേർട്ടഡ് യു ഷേപ്പ്. ഇൻവേർട്ടഡ് യു ഷേപ്പ്. അപ്പം ആവറേജ് പ്രൊഡക്റ്റ് കേവിൻ്റെ ഷേപ്പും മാർജിനൽ പ്രൊഡക്റ്റ് കേവിൻ്റെ ഷേപ്പും ബോത്ത് ഈസ് ഇൻവേർട്ടഡ് യു ഷേപ്പ്. കീഴ്മേൽ യു ആകൃതിയായിരിക്കും. ഓക്കെ. പിന്നെ ഈ ഒരു കേവിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം, മാർജിനൽ പ്രൊഡക്റ്റ് കട്ട് ദ ആവറേജ് പ്രൊഡക്റ്റ് ഫ്രം എബോവ്. നോക്കൂ, മാർജിനൽ പ്രൊഡക്റ്റ് ആവറേജ് പ്രൊഡക്റ്റിനെ കട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ വെച്ച്. മുകളിൽ നിന്ന് വന്നിട്ടാണ് സീമാന്ത വക്രം ശരാശരി ഉൽപ്പന്ന വക്രത്തെ, സീമാന്ത ഉൽപ്പന്ന വക്രം ശരാശരി ഉൽപ്പന്ന വക്രത്തെ കട്ട് ചെയ്തു പോകുന്നത്. മാർജിനൽ പ്രൊഡക്റ്റ് കട്ട് ദ ആവറേജ് പ്രൊഡക്റ്റ് ഫ്രം എബോവ് വെൻ ഇറ്റ് ഈസ് മാക്സിമം. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കേണ്ട
കുറച്ച് കാര്യങ്ങളുണ്ട് മാർജിനൽ പ്രൊഡക്റ്റ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട്. മാർജിനൽ പ്രൊഡക്റ്റ് കർവ് ആൻഡ് ആവറേജ് പ്രൊഡക്റ്റ് കർവ്, വൺ ഈസ് both are inverted U-shaped curves, and then the second point you have to notice that when marginal product starts to rise, average product also increases. Rise ചെയ്യുന്ന സമയത്ത് bigger will be the marginal product. Marginal product ആയിരിക്കും കൂടുതൽ വേഗത്തിൽ വർദ്ധിക്കുന്നത്. When marginal product starts to fall, average product also starts to fall. മൂന്നാമത്തെ കേസ് അതാ മനസ്സിലാക്കുന്നത്. സീമാന്ത ഉൽപ്പന്നം കുറയാൻ തുടങ്ങുമ്പോൾ ആവറേജ് പ്രൊഡക്റ്റും കുറയും. പക്ഷേ കൂടുതൽ ബിഗർ വാല്യൂ വിൽ ബി ദ ആവറേജ് പ്രൊഡക്റ്റ്. അപ്പോൾ കുറയുമ്പോൾ ഏറ്റവും വലുത് എന്തായിരിക്കും? ആവറേജ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഈ ടേബിളിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന റിലേഷൻസും ഈ കേവ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉണ്ടാവാം. ആവറേജ് പ്രൊഡക്റ്റ് കേവും മാർജിനൽ പ്രൊഡക്റ്റ് കേവും തമ്മിലുള്ള ബന്ധം നോട്ട് ചെയ്യാൻ പറയും. ഈ ടോട്ടൽ പ്രൊഡക്റ്റ് കേവും ആവറേജ് പ്രൊഡക്റ്റ് കേവും മാർജിനൽ പ്രൊഡക്റ്റ് കേവിൻ്റെയും ഷേപ്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ ഒരു പട്ടികയും ഈ ഒരു ഗ്രാഫും നിങ്ങൾ ഇതിൽ നോട്ട് ചെയ്ത് വെക്കണം. നമുക്ക് ടോട്ടൽ പ്രൊഡക്റ്റ് കേവിൻ്റെ ടോട്ടൽ പ്രൊഡക്റ്റ് കേവും കൂടി ഇതിലേക്കൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഓക്കെ, സി നമ്മൾ ആദ്യം വരച്ചതെന്നാണ് 0, 0, 110, 110, then 224, 2 it is 24, 3 it is 40, and 3 it is 40, 4 it is 50, 4 it is 50, 5 it is 56, 56, and when it is 6 it is 57, 6 it is 57. Okay, നമ്മളിത് ജോയിൻ ചെയ്താൽ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് കിട്ടി. സോ 3 ഫിഗറും നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രാഫ് പേപ്പറിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കുകയാണ്. സോ ടോട്ടൽ പ്രൊഡക്റ്റ് കർവ് ഈസ് എ പോസിറ്റീവ്ലി സ്ലോപ്ഡ് കർവ്. യു ഓൾറെഡി മെൻഷൻഡ് total product curve is a positively sloped one, and average product and marginal product is both a inverted U-shaped curve. And you know the relation between the AP and MP, that is when MP starts to rise, AP also rises. MP കൂടുമ്പോൾ സീമാന്ത ഉൽപ്പന്നം കൂടുമ്പോൾ ശരാശരി ഉൽപ്പന്നവും കൂടുന്നു. സീമാന്ത ഉൽപ്പന്നം കുറയുമ്പോൾ, that means when MP starts to fall, average product also starts to fall. സീമാന്ത ഉൽപ്പന്നം കുറയുമ്പോൾ ശരാശരി ഉൽപ്പന്നവും കുറയുന്നു. So that is all about the total product curve, marginal product curve, and average product curve. And in the next class we are going to discuss about returns to scale. ഇതുവരെ നമ്മൾ ഷോർട്ട് റണ്ണിൽ ഹ്രസ്വകാലയളവിൽ one factor is held constant and other factor is changing. ഒരു ഘടകത്തെ നമ്മൾ ഫിക്സഡ് ആയിട്ട് നിലനിർത്തുന്നു. Here it is capital, and the other factor, that is variable factor, is labor. Labor നമ്മൾ മാറ്റുന്നു. വിഭേദക ഘടകവും ഒന്ന്, മറ്റൊന്ന് ഫിക്സഡ് ആയിട്ടുള്ള ഫാക്ടർ. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഒരു ഫേമിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. So next we are going to discuss about the behavior of the firm when two factors are variable. രണ്ട് ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യുമ്പോൾ എന്താണ് ഫേമിൻ്റെ ഔട്ട്പുട്ടിന് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ടിൽ ദെൻ, ഗുഡ് ബൈ, താങ്ക് യു.